സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, യാ ബുനയ്യാ യാ ബുനയ്യാ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂന ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറയുകയാണ്, പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവൻ നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണോ? നിങ്ങളെ കടയിൽ ബറക്കത്ത് അല്ലാഹു തആല ചെയ്യണോ? നിങ്ങളെ വാഹനത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യണോ? നിങ്ങളുടെ കച്ചവടത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യണോ? വീട്ടിലേക്ക് പോകുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, യാ ബുനയ്യാ യാ ബുനയ്യാ, എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, നീ നിന്റെ വീടിന്റെ മുന്നിലേക്ക് ചെന്നാൽ, നീ നിന്റെ വീട്ടുകാരുടെ അടുത്ത് ചെന്നാൽ നീ പറയണേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീ നിന്റെ വീട്ടുകാർക്ക് സലാം പറയണം, നീ നിന്റെ ഭാര്യക്ക് സലാം പറയണം, നീ നിന്റെ വാപ്പക്ക് സലാം പറയണം, നീ നിന്റെ മക്കൾക്ക് സലാം പറയണം. നീ നിന്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ ആദ്യം പൊന്നുമോനെ നീ പറയണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നാ നിനക്ക് അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്ക്, എന്തുകൊണ്ടാ നമ്മുടെ വീട്ടിന്റെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളഞ്ഞത്? എന്തുകൊണ്ടാ നമ്മുടെ കടയുടെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളഞ്ഞത്? എന്തുകൊണ്ടാ നമ്മളുടെ ജീവിതത്തിന്റെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളഞ്ഞത്? പുന്നാര നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണം ഉമ്മാ, എന്നാൽ നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണേ, പറയണേ, പറയണേ. എന്താ പറഞ്ഞത്? നീ നിന്റെ വീട്ടിലേക്ക് ചെന്നാൽ സലാം പറയണം, അല്ലാഹു നിനക്ക് ബറക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാ സലാം പറയുന്നേ? 3 തരത്തിൽ സലാം പറയാൻ പറ്റും. ഒന്ന് അസ്സലാമു അലൈക്കും, രണ്ടാമത്തത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, മൂന്നാമത്തത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നാലാമത്തെ ചില ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ അറിയോ? ഒരു മോഡൽ അസ്സലാമലൈക്കും. ചില എനിക്ക് തോന്നുന്നു അധികവും ഉമ്മമാരും സഹോദരിമാരൊക്കെ പറയുന്നത് അസ്സലാമലൈക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാർ. എന്താണ് അസ്സലാമലൈക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന 3 കാര്യങ്ങൾ, മൂന്ന് അത് ഈ സഹോദരിമാളെ കുറ്റം പറഞ്ഞല്ല, ചില ആളുകൾക്ക് അറിയുന്നത് അങ്ങനെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്നു മുതൽ ശ്രദ്ധിക്കണം. 3 രീതിയിൽ സലാം പറയാ. ഒന്ന് അസ്സലാമു അലൈക്കും പറയ്, രണ്ടാമത്തത് അസ്സലാമു അലൈക്കും. ഈ സദസ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കുന്ന സദസ്സല്ല, ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ സലാത്തിൽ പിരിയാത്രയുള്ളൂ. ചരിത്രവും ദിക്റൊക്കെ നമ്മൾ കേട്ടു നേരത്തെ. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അങ്ങനെ 3 എണ്ണം നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഏറ്റവും അഫ്ളൽ ഏതാ? ഏറ്റവും അഫ്ളൽ ഏതാ? വാപ്പ പറയട്ടെ, പറയ്. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സലാമാണ് ഏറ്റവും അഫ്ളൽ എന്ന് മഹാന്മാർ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അപ്പൊ നമ്മൾ സലാം പറയണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് തരണമെങ്കിൽ നീ സലാം പറയണം. നീ സലാം പറഞ്ഞാ നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആരാ ഇപ്പൊ സലാം പറയുന്നത്? മടിയാണ്, നാണക്കേടാണ്. ഉസ്താദേ, നാണക്കേടാണ്. എത്ര ആളുകളാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സലാം പറയുന്ന ആളൊന്ന് കൈപൊക്കിക്കേ. അത് സത്യം മാത്രമേ പറയട്ടെ, റിഫായ് ചെയ്ത് കാണുന്ന സാഹസ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വന്തം ഭാര്യ എടുത്ത് സലാം പറഞ്ഞ് കയറുന്ന എത്ര ആളുകളുണ്ട്? പിന്നെ എങ്ങനെയാ ബറക്കത്തിട്ട?
പിന്നെ എങ്ങനെയാ ബറക്കത്ത്? ഭാര്യയോട് സലാം പറയാൻ നാണക്കേടാ. ഇന്ന് പോയെന്ന് പറഞ്ഞു നോക്ക്, ഇന്ന് പോയെന്ന് പറഞ്ഞു നോക്ക്, ആ ഗ്യാസ് ഊറ്റി പോലിരിക്കുന്ന മോക്കെ അങ്ങ് പോകും. മാഷാ നല്ല റാഹത്താവും ഭാര്യ അല്ലേ? നമ്മളെ സഹോദരിമാരൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇന്ന് മാഷാ അല്ലാ പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ, പടച്ചോനെ എന്റെ ഇക്കാക്ക് എന്താ പറ്റിയേ, മാഷാ അല്ലാ ഞാന് എടവനശ്ശേരി പള്ളിയിൽ ആട്ടിനെ കൊടുത്തത് സക്സസ് ആയി, അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്തേട്ടെ, അല്ലാഹു ബർക്കത്തേട്ടെ. ഉമ്മമാര് സലാം പറയണം. ഭർത്താവിനോട് സലാം പറയാൻ എന്തിനാ മടി? മക്കളോട് സലാം പറയാൻ എന്തിനാ മടി? ഫോൺ വിളിക്കുമ്പോ ആദ്യം ചോദിക്കുന്ന ഹലോ. എന്താണ് ഹലോ? എന്റെ പ്രിയപ്പെട്ടവർ, അത് യൂറോപ്യൻ ആളുകളുടെ സംസാരം. ഹലോ എന്ന് പറയാ ആദ്യം എടുക്കുന്ന സമയത്ത് നമ്മൾ അസ്സലാമു അലൈക്കും പറയണം. അത് ഉസ്താദെ നമ്പർ കാണുന്നില്ലല്ലോ. സ്വന്തം ഭാര്യയുടെ നമ്പർ അറിയാത്ത ആൾ എന്ത് ഭർത്താവാണ്? സുബ്ഹാനല്ലാഹ്. അപ്പൊ ആര് നമ്മളെ കണ്ടാലും, ആര് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങിയാലും, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നിങ്ങൾ ആദ്യമായി പറയേണ്ടത് കറി വെച്ചോ എന്നല്ല. നിങ്ങൾ ആദ്യമായി ചോദിക്കേണ്ടത് എന്റെ വസ്ത്രം അലക്കിയോ എന്നല്ല. നിങ്ങൾ ആദ്യമായി പറയേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നിങ്ങളുടെ വീട്ടിൽ ആരുമില്ലേ? ഇനി നീ ആളില്ലാത്ത വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഉസ്താദേ ഞങ്ങൾ സലാം പറയണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെയും ഹബീബായ തങ്ങൾ പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് ആരുമില്ല, നീ കട തുറക്കാനാണ് പോകുന്നത്, നിന്റെ കടയിൽ ആരുമില്ല, നിന്റെ വാഹനത്തിന്റെ അകത്ത് നീ കയറുകയാണ്, നിന്റെ വാഹനത്തിന്റെ അകത്തും ആരുമില്ല, എന്നാലും നീ സലാം പറയണേന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആരുമില്ലാത്തപ്പോ എങ്ങനെയാ സലാം പറയുന്നത്? ആരുമില്ലാത്തപ്പോ എങ്ങനെയാണ് സലാം പറയുന്നത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. എങ്ങനെ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നിങ്ങളെ വീടിന്റെ അകത്ത് ആളില്ല എന്ന് പറഞ്ഞ് സലാം പറയാതിരിക്കാൻ പാടില്ല. അവിടെ ഒരുപാട് മലാകമാരുണ്ട്, ഒരുപാട് റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. പുന്നാര നബി തങ്ങൾ പറയുകയാണ്, പുന്നാര ഹബീബായ തങ്ങൾ പറയുകയാണ്, അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പരാതിയില്ല. ഉസ്താദേ എന്റെ ദുആ സ്വീകരിക്കുന്നില്ല, ഉസ്താദേ എന്റെ ജീവിതത്തിൽ ഒരു ബറക്കത്തുമില്ല, കടയിൽ കച്ചവടമില്ല, ജീവിതത്തിൽ എപ്പോഴും വിഷമമാണെന്ന് പറയുന്നവരെ, നാളെ മുതൽ നിങ്ങളെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് കയറി ചെല്ലുമ്പോ നിങ്ങളെ പുന്നാര ഭാര്യയുടെ മുഖത്ത് നോക്കി സലാം പറയണേ, മക്കളോട് നോക്കി സലാം പറയണേ. സഹോദരി, നിന്റെ ഭർത്താവിന് അതാ നീ ചായ കൊണ്ടു കൊടുക്കുന്ന സമയത്ത്, ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നീ കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല നിനക്ക് വലിയ ബറക്കത്ത് നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലണം, ഉറക്ക സ്വലാത്ത് ചൊല്ലണം. നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞാലും സ്വലാത്ത് ചൊല്ലണം. ഒരു കാഫിറായ ഒരാൾ പറഞ്ഞാൽ പോലും സ്വലാത്ത് ഉറക്ക ചൊല്ലണം. മഹാന്മാര് പറയുന്നു, ലോകത്ത് ഏറ്റവും വലിയ പിശുക്കന്മാരാരാന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ പിശുക്കന്മാർ ആരാണ്? ഇടവനശ്ശേരി പള്ളിയിലെ ഈ പരിശുദ്ധമായ സദസ്സിന് പിരിക്കാൻ പോയപ്പോ പൈസ തരാത്ത ആളല്ല. പിന്നെ ആരാണ്? മുത്തുനബി തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ. അതുകൊണ്ട് വരട്ടെ മദീനയുടെ നായകനെ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് പോരാ. നാളെ എന്റെയും നിങ്ങളുടെയും
കബറിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾക്ക് രക്ഷ നൽകുന്നൊരു നേതാവുണ്ടെങ്കിൽ അത് മദീനയുടെ നായകനാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മദീനയുടെ നായകനെ പ്രേമിച്ചിട്ടല്ലാതെ ഒരാളും ഔലിയാക്കളായിട്ടില്ല, ഒരാളും മഹാന്മാരായിട്ടില്ല, ഒരാളും ഒരു പദവിയിലും എത്തിയിട്ടില്ല കേട്ടോ. അവസാനം റിഫാഈ ശൈഖിന്റെ അതാ മദീനയുടെ ഒരു പ്രണയം പറഞ്ഞുകൊണ്ട് നമുക്ക് ദിക്ർ ചൊല്ലി പിരിയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണോ? ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സലാം പറയണം. അപ്പൊ അൽഹംദുലില്ലാ. ആളില്ലെങ്കിൽ എങ്ങനെ സലാം പറയാം? പറയൊന്നും വേഗം പറയും, സമയമില്ല. ആളില്ലാത്ത വീട്ടിൽ പണ്ട വെടി കൊണ്ട പക്ഷിയെ പോലെ ഇരിക്കുക എല്ലാവരും. അല്ലാഹു കാത്തിരക്ഷി. അസ്സലാമു അലൈനാ വഅലാ ഒന്ന് പറയും. അസ്സലാമു അലൈന. വെറുതെ ഇങ്ങനെ കുറെ പ്രസംഗം കേട്ടിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കുറെ ഇങ്ങനെ ഉസ്താദ്മാർ ഇവിടെ നിന്ന് പ്രസംഗിക്കുക, ആ മാഷാ അല്ലാ അടിപൊളി അൽഹംദുലില്ലാ. ഇറങ്ങുമ്പോ ചോദിക്കുന്നത് ആ എന്തോ പറഞ്ഞു, മൂപ്പരെന്തോ പറഞ്ഞു, പോയി. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിക്കണം. അൽഹംദുലില്ലാ. നമ്മൾ ആദ്യം ഒന്നാമത്തെ ഒരു അറിവ് പഠിച്ച എന്താണ്? എന്ത് ചോദിച്ചാലും നമ്മൾ അൽഹംദുലില്ലാ പറയണം. അൽഹംദുലില്ലാ പറയാം. കടയിൽ കച്ചവടം ഉണ്ടോ? പറയണം അൽഹംദുലില്ലാ. ചില ആൾക്കാർ അങ്ങനെയൊക്കെ പോണ കുഴപ്പമൊന്നുമില്ല, അപ്പുറത്തെ കാക്ക വന്നപ്പോഴത്തെ ഇവിടെ ചെറിയ അങ്ങനൊക്കെ പറഞ്ഞാല് അല്ലാഹു തആല എങ്ങനെ ബറക്കത്ത് തരാ? എന്റെ പ്രിയപ്പെട്ടവരെ പറയാം അൽഹംദുലില്ലാ. എന്തും പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ കുടുംബജീവിതത്തിൽ ചിലപ്പോൾ വിഷമങ്ങൾ ഉണ്ടാകും. അപ്പൊ ആരെങ്കിലും ചോദിക്കുമ്പോ താത്താടുത്ത് ഫിത്ന പറയാതെ അൽഹംദുലില്ലാ പറയണം. എന്നാൽ അല്ലാഹു തആല നിങ്ങളെ കുടുംബജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകും. ഇത് റാഷിദ് ജൗഹരി പറഞ്ഞല്ല, നബിയുനാ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ പഠിച്ചു രണ്ടാമത് സലാം പറയണം. വീട്ടിലേക്ക് കയറി ചെന്ന നാളെ തൊട്ട് ചെയ്യേണ്ട പരിപാടികളാണ്. അൽഹംദുലില്ലാ. വീട്ടിലേക്ക് കയറി ചെന്ന മക്കളെ ഉമ്മാടുത്ത് ചെല്ലുമ്പോ നമ്മൾ സലാം പറയണം. സ്കൂളിൽ പോകുമ്പോ സലാം പറയണം, സ്കൂളിൽ നിന്ന് വരുമ്പോ സലാം പറയണം. ടീച്ചർ മുസ്ലിം ആണെങ്കിൽ ടീച്ചറിനോടും പറയണം. ഇനിയിപ്പോ അതൊരു വർഗീയവാദമായിട്ട് നോക്കണ്ട. മുസ്ലിമീങ്ങൾക്ക് സലാം പറയലാണ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമുള്ളത്. മറ്റുള്ളവർക്ക് സലാം പറയല് നിർബന്ധമില്ല. അവരെ കഷ്ടപ്പെടുത്തണ്ട എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെയാണ് കഷ്ടപ്പെടുത്തേണ്ടത്. അപ്പൊ അവരോട് സലാം പറയാം. കൊച്ചുമക്കളിട്ടാ വലിയ ആൾക്കാർ സലാം പറയണ കുറെ രീതി ഉണ്ടോട്ടോ. ഒരുപാട് കാര്യമുണ്ട്. അന്യപുരുഷന്മാർ അന്യ സ്ത്രീയോട് സലാം പറയാൻ പാടില്ലെന്നാണ് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഭാര്യ ഭർത്താവിനോട് പറയാ, ഭർത്താവ് ഭാര്യയോട് പറയാ, ഉസ്താദുമാരോട് മക്കൾ പറയാ. അവർ അങ്ങനെ അദബനുസരിച്ച് നമ്മൾ പറയണം. അല്ലാഹു അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഒരാൾ ആദ്യം സലാം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? ചില ആളുകളുണ്ട്, അവൻ ആദ്യം പറയട്ടെ, അല്ലെങ്കിൽ അവൾ ആദ്യം പറയട്ടെ, ഇവൻ ആദ്യം പറയട്ടെ, ഇവൾ ആദ്യം പറയട്ടെ, ഞാൻ പിന്നെ പറഞ്ഞോളാം. അവൻ എന്താ എന്നോട് പറയാത്തത്? പാടില്ല, പാടില്ല. പിണങ്ങി നടക്കുന്നവരോട്, അയൽവാസിയോട്, കൂട്ടുകാരോട് ഒരാൾ അങ്ങോട്ട് പോയി ആദ്യം സലാം പറഞ്ഞു കഴിഞ്ഞാ, ആദ്യം സലാം പറയുന്നവന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? അവൻ അല്ലാഹുവിലേക്ക് അടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ അല്ലാഹുവിലേക്ക് അടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം സലാം പറയുന്നവന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്. അതുകൊണ്ട് മടി കാണിക്കണ്ട, അല്ലാഹുവിലേക്ക് അടുക്കണോ? ആദ്യം അങ്ങോട്ട് പോയി സലാം പറയണേ. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ നന്മ എന്താണെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ബറക്കത്ത് തരണമെങ്കിലോ, നമ്മുടെ സമ്പത്തിൽ അല്ലാഹു തആല ബറക്കത്ത് തരണമെങ്കിലോ, നമ്മളെ കടയിൽ അല്ലാഹു ബറക്കത്ത് നൽകണമെങ്കിലോ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഇജ്തമിഉ അലാ തആമിക്കും.
മുത്തുനബി തങ്ങൾ പറയുകയാണ്, സ്വന്തം വീടിന്റെ അകത്ത് ഭാര്യയും മക്കളും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ടെങ്കിലോ അവർക്ക് അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എത്ര ആളുകൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര ആളുണ്ട്? ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന എത്ര? കൈവക്കിക്കേ. 1 2 3 4 5 6 7 8 9 കോടി പേര് 11 പേരുണ്ടാവും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് ബറക്കത്ത് കിട്ടും. ഇവിടെ കാത്തിരുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭാര്യയും നമ്മളെ ഭർത്താവും നമ്മളെ മക്കളുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് അല്ലാഹു തആല നൽകൂ. നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കം വരുന്നോ? നിർത്താം. ഉറക്കം വരുന്നോ? കുറെ ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരുന്നതാണോ? ഉറക്കം വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം കൂടി പറയും. മൂന്നാമത്തെ കാര്യം എവിടെങ്കിലും പറയാം. ഇൻഷാ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുകയാണ്, സ്വന്തം ഭാര്യയും ഭർത്താവും മക്കളുമായി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന വീടുണ്ടോ ആ വീടിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ഇടവനശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതാണെന്നറിയോ? ഈ പരിശുദ്ധമായ റിഫായി ശൈഖിന്റെ ആണ്ട് നടക്കുന്ന മനോഹരമായ ഈ സദസ് നടക്കുന്ന മാഷാ അല്ലാഹ്, ഈ നാട് കാണുമ്പോ സന്തോഷമാണ്. ഈ നാട് കാണുമ്പോ വലിയൊരു സന്തോഷമാണ്. കാരണം മഹാന്മാരെ സ്നേഹിക്കുന്ന നാട്ടുകാരാണല്ലോ. ഈ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഏതാണെന്നറിയുമോ? ഈ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഏതാണെന്നറിയുമോ? ഇവിടുത്തെ ഏറ്റവും വലിയ കോടിപതിയുടെ വീടല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരന്റെ വീടല്ല. പിന്നെയോ ഭാര്യയും ഭർത്താവും മക്കളും ആ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കുന്ന വീടുണ്ടോ? ആ വീട് അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെവിടെയാണ് അങ്ങനെയുള്ളൊരു വീട് കാണിക്കാൻ പറ്റുന്നത്? ഇന്നെവിടെയാണ് അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? പിന്നെങ്ങനെയാ നമ്മുടെ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് തരുന്നത്? പിന്നെങ്ങനെയാണ് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നത്? ഒരു ഭാര്യയും ഭർത്താവും ഇരുന്ന് അതാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് അവർക്ക് വേണ്ടി ദുആരക്കുമെന്നാണല്ലോ, മാലാഖമാര് വന്ന് ദുആരക്കുമെന്നാണല്ലോ. ഇന്ന് ഭാര്യയോട് സ്നേഹമില്ല, ഭർത്താവിനോട് സ്നേഹമില്ല, കണ്ടാൽ വെറുപ്പാണ്, കണ്ടാൽ അതാ എപ്പോഴും പ്രശ്നമാണ്. ഇതെന്താണ് കാരണമെന്നറിയുമോ? ഭാര്യയുടെ അടുത്തിരിക്കാൻ ഭർത്താവിന് സമയമില്ലാത്തത് കൊണ്ടാണ്. ഭർത്താവിന്റെ അടുത്തിരിക്കാൻ ഭാര്യക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതാ ഭാര്യയും ഭർത്താവുമായി ഒരുമിച്ചിരുന്ന് കഴിക്കണോ? അതോടുകൂടെ പകുതി പ്രശ്നത്തിന് പരിഹാരമാണ്. കുടുംബജീവിതത്തിന്റെ സ്നേഹത്തിനൊരു തുടക്കമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നൽകണേ അല്ലാഹ്. കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ പറഞ്ഞോളി, വേഗം പറയും. നിർത്താൻ പോയാ സലാം പറയണം. എന്തോരു ആവേശം, മാഷാ അല്ലാഹ്. നിർത്താൻ പോയാന്ന് പറഞ്ഞപ്പോ സലാം അസ്സലാമു അലൈക്കും പറയണം. മാഷാ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ രണ്ടാമത്തെ കാര്യം ഭാര്യയും ഭർത്താവും. ആ ചെറുപ്പക്കാരൻ പറയണ്, സാധേ എനിക്ക് ഭാര്യയൊന്നും ഇല്ല, ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? എത്ര വയസ്സായി? ഭാര്യയില്ലേ? ഇല്ല. എത്ര വയസ്സായി? 24.
അൽഹംദുലില്ലാ. അല്ലാഹു തആല ഒരു കൊല്ലോടെ കഴിഞ്ഞ് നല്ലൊരു സാലിഹത്തായ ഭാര്യ അല്ലാഹു തആല തരട്ടെ. അൽഹംദുലില്ലാ. ഭാര്യ ഇല്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട, വാപ്പായും ഉമ്മയായിട്ടിരുന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അനിയനും ചേട്ടനുമായിട്ടിരുന്ന് കഴിച്ചാൽ മതി. അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ എന്താണ്? ഒരുമിച്ചിരുന്ന് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാം. ഒരുമിച്ച് വേഗം ഭക്ഷണം കഴിക്കാം. മാഷാ അല്ലാ. മൂന്നാമത്തെ കാര്യം ഞാനത് വലിയ നീട്ടി പറയണില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് ഒരല്പം ഭക്ഷണം താഴേക്ക് വീണു. മുത്തുനബി തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി പോയി. മുത്തുനബി തങ്ങൾ ചോദിച്ചു, ആയിഷ, എന്താണ് ആയിഷ? എത്ര പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടണില്ല. അള്ളാഹു നമുക്ക് നൽകിയ ഭക്ഷണം ഇങ്ങനെ താഴെ ഇടാനുള്ളതാണോ? അത് കഴുകിയിട്ട് കഴിക്ക ആയിഷ. അള്ളാഹു നിനക്ക് ബറക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. എത്ര പേര് കഴിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മളെ പാത്രത്തിൽ നിന്ന് ഒരു അണുമണി ഭക്ഷണം താഴേക്ക് വീഴാൻ പാടില്ല. ഉമ്മമാരെ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ വീടുകളിലൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് അലസമായിട്ട് നമ്മൾ പാചകം ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് പാചകം ചെയ്ത് മാഷാ അല്ലാഹ് റാഹത്തോടു കൂടി. ഒരു അരി പോയി കഴിഞ്ഞാൽ അന്നത്തെ ബറക്കത്ത് പോയി. നിങ്ങളൊന്ന് നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒരു അല്പം പോലും പാഴാക്കാതെ നിങ്ങൾ കഴിച്ച് ഒരുമിച്ചിരുന്ന് കഴിച്ച് അൽഹംദുലില്ലാ സലാം പറഞ്ഞ് നിങ്ങൾ കടയിൽ പോയി നോക്ക്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കച്ചവടവും നാളത്തെ കച്ചവടവും ഭയങ്കര ഡിഫറന്റ് ആയി. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, അല്ലാഹു ഈമാൻ തരട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മൂന്ന് കാര്യം നമുക്ക് അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, കൂടുതലൊന്നും ഇനി പറയണില്ല. എല്ലാരെയും മുഖം കാണുമ്പോൾ എനിക്ക് തന്നെ വിഷമാവുക. അല്ലാഹു തആല അവർക്ക് സന്തോഷം നൽകട്ടെ, അല്ലാഹു ഈമാൻ തരട്ടെ. അൽഹംദുലില്ലാ. ഈ നാടിനെ സംബന്ധിച്ച് ഈ ആളുകൾ എന്ന് പറയുന്നത് വലിയ ആളുകളാണ്. അൽഹംദുലില്ലാ. നമ്മുടെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഉസ്താദ് അല്ലേ? സലാഹുദ്ദീൻ ഉസ്താദ് അല്ലേ പേര്? മാഷാ അല്ലാഹ്. ഞാന് മദീനത്തേക്ക് മൂന്നാലഞ്ച് ദിവസത്തിന് മുന്നേ മദീനയിലായിരുന്നു. പെട്ടെന്ന് ഇന്നലെ ആയിരുന്നു വരാനുള്ളത്. പെട്ടെന്നൊരു പനി ഇങ്ങോട്ട് വന്നിട്ട് മക്കത്തുനിന്ന് വന്നിട്ട് ഇവിടെ വീണു എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. നമ്മൾ ലൈവ് കാണുന്ന ഉമ്മമാർക്കും ബാപ്പമാർക്കൊക്കെ അറിയാം. വല്ലാത്ത അവസ്ഥയായി. ലാസ്റ്റ് വീൽ ചെയറിലാണ് തവാഫൊക്കെ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യണത്. എനിക്ക് നാണക്കേട് കൊണ്ട് മാസ്കൊക്കെ ഇടാനും മാസ്കും കിട്ടിയില്ല. ആ സമയത്ത് എന്തായാലും ഇപ്പോൾ സുഖമില്ലാണ്ടായാൽ അതല്ലേ പറ്റുള്ളൂ. അവസാനം അൽഹംദുലില്ലാ ഒരു പരുവത്തിന് മദീനത്ത് ചെന്ന് സലാമൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാ. ഏറ്റവും വലിയ വിഷമം മദീനത്ത് ഒരു അല്പം നേരം പോലും നിൽക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ അവിടുന്ന് വരേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമുക്ക് ഇനിയും ആ മദീനയിൽ പോകാനുള്ള ഭാഗ്യം നൽകട്ടെ. മദീന അത് വല്ലാത്തൊരു സ്ഥലമാണ്. ഈ പ്രാവശ്യം നമ്മളെ കൂടെ ഉംറയ്ക്ക് വന്ന കൻസുൽ ജന്നയോടൊപ്പം ഉംറയ്ക്ക് വന്ന ഒരു ഉമ്മ, ചങ്ങനാശ്ശേരിയിലുള്ളൊരു ഉമ്മ, ഫരീദുമ്മ എന്നാണ് പേര്. ഫരീദുമ്മ എന്ന് പറഞ്ഞ ആ ഉമ്മ ഉംറയ്ക്ക് പോയ സമയത്ത് മാഷാ അല്ലാഹ് ഉംറയ്ക്ക് ഒരു വട്ടം പോയതാ. രണ്ടാമത്തെ വട്ടം പോയപ്പോൾ നമ്മൾ അമീർ ഉസ്താദ്മാര് പോയപ്പോൾ അവരുടെ അവസ്ഥ ഉണ്ടാവും പറഞ്ഞു, ഉമ്മ നിങ്ങൾ പോരണ്ട ഉമ്മ, നിങ്ങൾ ആകെ സുഖമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ ഉമ്മ 2 ദിവസം വീട്ടിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. ലാസ്റ്റ് മക്കൾ പറഞ്ഞ് എങ്ങനെങ്കിലും കൊണ്ടുപോകണം. അവസാനം ഈ ഉമ്മയെ കൊണ്ടുപോകുന്ന സമയത്ത് മക്കളടുത്ത് പറഞ്ഞത്, ഞാൻ ഇനി ചിലപ്പോഴേ വരുള്ളൂ, ഞാൻ മദീനത്ത് ചിലപ്പം അവിടെ ആയിരിക്കും ഇനി എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് മക്കളൊക്കെ ആയിട്ട് ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സുബ്ഹാനല്ലാഹ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവര് മെനഞ്ഞാന്ന് മദീന മുനവ്വറയിൽ വെച്ച് മരണപ്പെട്ടു പോയി. അൽഹംദുലില്ലാ. വലിയ ഭാഗ്യം ചെയ്ത ഉമ്മയാണ്. ആ ഉമ്മ മരിക്കുന്നതിന് മുന്നേ വരെ നിറം കുറഞ്ഞൊരു ഉമ്മയായിരുന്നു. 70-ഓളം വയസ്സുണ്ട്. ഞാൻ കറക്റ്റ് ആ ഉമ്മയെ കണ്ടിട്ടില്ല. ഏതായാലും സുബ്ഹാനല്ലാഹ് അമീർ അവിടെ സാധാരണ ഈ മോർച്ചറിയിൽ ആളുകളെ കാണിക്കും, ഇങ്ങനെ ഇതാണോ നിങ്ങളുടെ ഹാജി, ഇതാണോ നിങ്ങളുടെ ഹാജി എന്ന് പറഞ്ഞു, അല്ലെ വേറെ ആരെങ്കിലും കൊണ്ട് നമ്മൾ അടക്കുമല്ലോ. അപ്പൊ അങ്ങനെ കാണിക്കാൻ വേണ്ടി അമീർ ഉസ്താനെ കാണിച്ചു, അല്ലാതെ കാണൽ ഹറാമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉമ്മാനെ കാണിക്കുമ്പോ അമീർ ഉസ്താദ് പറയാം, ഉസ്താദേ ആ ഉമ്മാനെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ ഉമ്മാന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ്, ആ ഉമ്മാന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ഉമ്മായ മദീനയുടെ ആ പച്ചക്കുബ്ബയുടെ കറക്റ്റ് നേരെ തന്നെ അൽഹംദുലില്ലാ ജന്നത്തുൽ ബഖീൽ ആ ഉമ്മായ അടക്കി. അല്ലാഹു ആ ഉമ്മയുടെ ഖബർ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള ഒരു മരണം തരട്ടെ. ഇൻഷാ
അല്ലാഹ് മുഅ്മിനീങ്ങളെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റു നിൽക്കുമോ? ഒരൽപ്പം ചെറിയൊരു പ്രണയത്തിന്റെ ചരിത്രം പറഞ്ഞ് നമുക്ക് ദിക്റ് ചൊല്ലി പിരിയാം. ഇതാരുടെ സദസ്സാണ്? മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ സദസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ, നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറ്റി തരട്ടെ, നമ്മുടെ വേദനകൾ മാറ്റി തരട്ടെ. അവിടുന്ന് ഹബീബിനെ ഒരുപാട് പ്രണയിച്ച നേതാവാണ്. അവിടുന്ന് ഒരുപാട് ഹബീബിനെ പ്രേമിച്ച നേതാവാണ്. മുത്തുനബി തങ്ങളെ പ്രേമിക്കുക എന്നത് വെറും വാക്കിലൂടെയല്ല, അതാ മനസ്സിന്റെ അകത്തളങ്ങളില് സ്വന്തം ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ എല്ലാവരെക്കാളും ഹബീബിനെ പ്രേമിച്ചു പ്രേമിച്ചു പ്രേമിച്ച് അവസാനം മദീനയിലേക്ക് മഹാനായ റിഫായി തങ്ങൾ ചെല്ലുന്നു. മദീന മുനവ്വറയുടെ ചാരത്ത് ചൊല്ലുന്നു. ഹബീബിന്റെ ആ പരിശുദ്ധമായ ആ മദീന, റബ്ബേ, ആ പേര് പറയുമ്പോ ഞങ്ങൾക്ക് അവിടെ പോകാൻ കൊതിയാവുകയാണ്. ഞങ്ങളെ അവിടെ എത്തിക്കണേ അല്ലാഹ്. ഒരുപാട് പാവങ്ങളായ ബാപ്പമാരി സദസ്സിൽ ഈ സാധുവായി എൻ്റെ പ്രഭാഷണം കേൾക്കുന്നു. ഒരുപാട് ഉമ്മമാരെ കേൾക്കുന്നു. ഒരുപാട് വേദനയും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി വന്നവരാണ്. ഈ പാതിരാവിന്റെ പഴുതു ഹബീബിന്റെ മദ്ഹ് കേൾക്കുന്നവരെയും മദീന കാണിപ്പിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറയുന്നു, മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ മുത്തുനബി തങ്ങളെ ചാരത്ത് ചെന്നിട്ട് പറയുകയാണ്, നബിയേ, ഈ അഹ്മദ് എന്ന് പറയുന്ന ഈ പാവപ്പെട്ടവൻ അതാ ഇന്നലെ വരെ വീട്ടിലിരുന്ന് സലാം പറഞ്ഞവനാണ്. ഈ അഹ്മദ് എവിടെയാണോ ഉള്ളത് അവിടെ നിന്നൊക്കെ എന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ, എന്റെ ഉപ്പയുടെ പേര് കേൾക്കുമ്പോ, എന്റെ ഉപ്പാപ്പയുടെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലുന്നവനാണ്. എന്റെ ഉപ്പാപ്പയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും സലാം പറയുന്നു. ഇന്ന് ഈ അഹ്മദ് എന്ന് പറയുന്ന പാവപ്പെട്ടവൻ ഇതാ മദീന മുനവ്വറയുടെ റൗള ശരീഫിന്റെ ചാരത്താണുള്ളത്. എനിക്കൊരു ആഗ്രഹമുണ്ട് നബിയേ, അവിടുത്തെയുടെ ആ പരിശുദ്ധമാകുന്ന ശറഫാക്കപ്പെട്ട ആ രണ്ട് കരങ്ങളും എനിക്കൊന്ന് മുത്തണം നബിയേ. തരുമോ യാ റസൂലല്ലാഹ്? ചോദിക്കണ്ട താമസോ, ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുകരം അതാ പരിശുദ്ധമായ ഖബറു ശരീഫിൽ നിന്ന് പൊങ്ങി വരികയാണ്. അഹ്മദുൽ കബീർ റിഫായി തങ്ങളങ്ങ് പിടിച്ചു മുത്തുന്നു. മുഅ്മിനീങ്ങളെ, നമുക്കങ്ങനെയൊന്നും അർഹതയില്ലല്ലോ, എന്നാലും നമുക്കൊരു ആഗ്രഹമുണ്ട്. നമ്മൾ ഒരു ദിവസം മദീനയിൽ ചെല്ലുമ്പോ ആ ഹബീബിന്റെ പേരിൽ സലാം പറയുമ്പോ, നബിയെ, ഞങ്ങളെ സലാം അവിടുന്ന് മടക്കുന്നതൊന്ന് ഞങ്ങൾക്ക് കേൾക്കണോ, ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം തരണേ. എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്, ചെറുപ്പക്കാരോട് പറയുകയാണ്, ഈ സദസ്സ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടു പോകാറുള്ള സദസ്സല്ല. എല്ലാ വർഷവും ഇങ്ങനെ നടത്തുന്നു. എന്തെങ്കിലും നമുക്ക് മാറ്റമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ സദസ്സിൽ വെച്ച് എല്ലാവരും ഒരു തീരുമാനമെടുക്കണോ. മരണം വരെയും കള്ളു കുടിക്കൂല, ഹാൻസ് വെക്കൂല, ലഹരി ഉപയോഗിക്കൂല,
ഉമ്മാനെയും വാപ്പാനെയും തെറി പറയൂല, ഉസ്താദുമാരെയും ഗുരുക്കന്മാരെയും മോശക്കാരാക്കൂല, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കൂല. ഈ ഒരു തീരുമാനം എല്ലാ മക്കളും എടുക്കണം. കാരണം നമ്മുടെ മക്കളൊക്കെ ലഹരിക്കടിമയാവുകയാണ്. ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ ആ കൂട്ടുകാരനെ ഒന്നെങ്കിൽ പറഞ്ഞ് നന്നാക്കണം, അതല്ലെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം അതാ വേർപെടുത്തണോ. കാരണം പിന്നീട് നമ്മളും അതിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ മുഴുവനും നല്ല മക്കളാക്കണേ അല്ലാ, സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. മുത്തുനബി തങ്ങളെ ഇഷ്ടം വെക്കുന്ന മക്കളാക്കണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഗർഭിണിയാകുന്ന സമയത്ത് സീരിയലുകളും സിനിമകളും മ്യൂസിക്കുകളും കണ്ടിട്ട് ആ വയറ്റിനുള്ളിൽ കിടക്കുന്ന ആ മക്കളുടെ ജീവിതത്തെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ശാസ്ത്രലോകം വരെ പറഞ്ഞതല്ലേ, ഗർഭസമയത്ത് നല്ലത് മാത്രമേ കാണാവൂ, നല്ലത് മാത്രമേ കേൾക്കാവൂ. കാരണം എന്താണെന്നറിയുമോ? നിങ്ങളൊരു മോശമായ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഭർത്താവ് അതാ ഗർഭിണിയായ ഭാര്യയെ ചീത്ത വിളിക്കുമ്പോ ആ ചീത്ത നിന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന നിന്റെ പൊന്നുമോന് അതല്ലെങ്കിൽ പൊന്നുമോള് കേൾക്കുകയാണ്. അത് കേട്ട് വളർന്നു വരുമ്പോ അവരും ചീത്ത വിളിക്കുന്ന മക്കളാവുകയാണ്. നിങ്ങൾ സിനിമ കണ്ടുവരുമ്പോ ആ മക്കളും സിനിമക്കടിമയാവുകയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കൊരല്പമെങ്കിലും നന്നാവണോ? അവസാനം ഹബീബിന്റെ പൂമുഖം കണ്ടുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ.